ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ്റെ 5th മൊഡ്യൂൾ നോക്കാൻ പോവാണ്. പേര് പോലെ തന്നെ റെഗുലേറ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആരൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ബോർഡാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി എന്ന് പറയുന്നത്. അപ്പോൾ സെബിയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെബി എന്താണ്? അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ഒരു റാങ്കിങ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഇതായിരിക്കും, സെക്കൻഡ് അതിന് താഴെ വരുന്ന റാങ്ക് ഇതായിരിക്കും, ഇന്ന പവർ കാണാം. അങ്ങനെ എങ്ങനെയാണ് ഈ സെബീനെ നമ്മൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ആരൊക്കെ ഉണ്ട്, ആർക്കൊക്കെ എന്തൊക്കെ പവറുണ്ട്, ആ ഒരു സെറ്റപ്പിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെബിയുടെ പവേഴ്സ്, എന്തൊക്കെ ചെയ്യാനുള്ള പവേഴ്സ് സെബിക്ക് ഉണ്ടെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെബിയുടെ ക്വസ്റ്റ്യൻ. പലപ്പോഴും ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് എന്തൊക്കെ പേപ്പറുകൾ വന്നിട്ടുണ്ടോ കേരള യൂണിവേഴ്സിറ്റിയിൽ, അതിലെല്ലാം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ സെബിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സെബി എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്. നമുക്ക് സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സെബിയിൽ ഒരു ചെയർമാൻ കാണും. ചെയർമാൻ ആരായിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ 2 മെമ്പേഴ്സ് ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് കാണും, ഒരാൾ RBI എന്ന് കാണും, പിന്നെ യൂണിയൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന അല്ലാത്തൊരു 5 മെമ്പേഴ്സ് കാണും. ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് സെബിയുടെ മെയിൻ ബോർഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ആരൊക്കെയുണ്ട്? ഗവൺമെൻറ് നേരിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ചെയർമാനുണ്ട്, ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് 2 ആൾക്കാർ കാണും, റിസർവ് ബാങ്കിൽ നിന്ന് ഒരാൾ കാണും, അല്ലാതെ 5 പേരെയും കൂടെ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? അപ്പോയിൻ്റ് ചെയ്യും. ഇത്രയും പേര് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സെബിയുടെ ബോർഡ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ താഴോട്ട് എന്തുണ്ടാവും? പല കാര്യങ്ങളുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണെങ്കിൽ പല പൊസിഷൻസ് കാണും. ഓരോ പൊസിഷൻസ് അതിൻ്റേതായ ജോലിയും പവറും ഒക്കെ കാണും. ഓക്കെ, ഈ കാണുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. അത്ര ഡെപ്തിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിലും ബേസിക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സെബി ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് മേജർ ഡിസിഷൻസ് എടുക്കാൻ സെബീൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇനി സെബിയുടെ പവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സെബിയുടെ പവേഴ്സിൻ്റെ ഇതിൽ വരുന്നത്. ഏറ്റവും ബേസിക്കായിട്ട് എന്തുണ്ട്? ഇവർക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ, അത് NSE ആയിക്കോട്ടെ BSE ആയിക്കോട്ടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് റൂൾസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ ആർക്ക് പവറുണ്ട്? സെബിക്ക് പവറുണ്ട്. ഇനി എന്തെങ്കിലും കൃത്രിമം നടന്നോ എന്നൊരു തോന്നലുണ്ടായാൽ ഇവർക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? അവർ തെളിവ് സബ്മിറ്റ് ചെയ്യാനോ എന്തെങ്കിലും നിർത്തിവെക്കാനോ അങ്ങനെ എൻഫോഴ്സ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് ലീഗൽ ആക്ഷൻസ് എടുക്കാനും ഓക്കെ, ഇല്ലെങ്കിൽ പ്രൊസീജിയറലായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനൊക്കെയുള്ള പവർ ആർക്കുണ്ട്? സെബിക്കുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട പ്രോപ്പറായിട്ട് ഓക്കെ, ട്രാൻസ്പാരൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ഫങ്ഷൻ ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള അധികാരം, എന്തും ചെയ്യാൻ മീൻസ് തോന്നിവാസം കാണിക്കാമെന്നല്ല, ഫോർ ദ സേക്ക് ഓഫ് പ്രോപ്പർ ഫങ്ഷനിങ്, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സെബിക്കുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഒരുപാട് കുഞ്ഞു പോയിന്റുകൾ കിട്ടും. മാക്സിമം പോയിന്റുകൾ മനസ്സിൽ വയ്ക്കുക. അതിൻ്റെ കോർ ഐഡിയ ഇതാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞാൽ ഒരു കോർ ഐഡിയ ഇതാണെന്നാണ്. ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അവരാരും ഒരു കള്ളത്തരം കാണിക്കുന്നില്ല, പ്രോപ്പർ അക്കൗണ്ടബിൾ ആണ്, ഇൻവെസ്റ്റേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെത്തെങ്കിലും ഹാജരാവാൻ പറയണോ, തെളിവ് കൊണ്ടുവരാൻ പറയണോ, അന്വേഷണം പ്രഖ്യാപിക്കണോ, എല്ലാം ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? സെബിയെ കൊണ്ട് പറ്റും. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്റ്റോക്കിനെ നമ്മുടെ ലിസ്റ്റ് ചെയ്യാം, എടുത്തു കളയാം. എല്ലാത്തിനുള്ള അധികാരം ആർക്കുണ്ട്? സെബിക്കുണ്ട്. സബ്ജക്റ്റ് ടു ദി ലീഗൽ കൺസ്ട്രെയിൻസ്. നിയമം പറയുന്ന അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? സെബിയെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി പോയിന്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് സെബി ഇൻ റെഗുലേറ്റിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഈ ഇമേജിൽ ഏതാണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് ഫങ്ഷനിങ് ഉറപ്പാക്കുക. മാർക്കറ്റ് സ്റ്റേബിളായിട്ട് പോകുന്നുണ്ടെന്ന് ചില സമയത്തൊക്കെ ഓർഡറൊക്കെ പോസ് ചെയ്യാൻ നിർത്തിവെക്കാനൊക്കെ ആര് ഇടപെടാറുണ്ട്? നമ്മുടെ സെബി ഇടപെടാറുണ്ട്. മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഓവർസൈറ്റ്, ഒരു ഇൻസൈറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ മാർക്കറ്റിനെ മോണിറ്റർ ചെയ്യുകയും എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുക. ലീഗൽ ഒരു റൂൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? സെബി ആൾക്കാർ പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് ഉറപ്പാക്കുക.
അവയർനെസ് കൊടുക്കുക. ഇൻവെസ്റ്റർ അവയർനെസ്സിന് വേണ്ടി സെബി ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. കണ്ട ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൂട്ടുക, അവർക്ക് എല്ലാം ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞത് അതാണ്. എന്താണ് ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ, കമ്പനിയുടെ സൈഡിൽ നോക്കിയാലും ശരി, ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നോക്കിയാലും ശരി, എന്താണ് നമ്മളെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കണം. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ വാക്കി പറഞ്ഞ സെബിയുടെ റോൾ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പോയിന്റുകൾ കണ്ടെത്തുക, നിങ്ങളുടെ സൗകര്യത്തിന് പഠിച്ച് വയ്ക്കുക, എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഫൈനലി പറയുന്നു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിന് എതിരെ എന്തുണ്ടാവാൻ പാടില്ല? ചൂഷണം ഉണ്ടാവാൻ പാടില്ല, തെറ്റായ നിർദ്ദേശങ്ങൾ കിട്ടാൻ പാടില്ല അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് എടുക്കാൻ വേറെ അൺഡ്യൂ ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻവെസ്റ്ററിന് എന്ത് കിട്ടുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ ഇൻസൈഡർ ഇൻഫർമേഷൻ എന്നൊക്കെ പറയും. നമ്മുടെ ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ ഫോൺ വിളിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ച് അവർ പണ്ട് കാലത്തെ ആ ട്രേഡിംഗ് സെറ്റപ്പിനകത്ത് കാണിക്കുന്നുണ്ട്. അവിടെ ഒരാൾക്ക് എന്ത് കിട്ടുന്നു? ഈ പറഞ്ഞ പോലെ ഇന്ന മാർക്കറ്റിൽ ഇന്ന ചേഞ്ച് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റർ ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അയാൾ മാക്സിമൈസ് ചെയ്യുകയും ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് മണ്ടന്മാരായി പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, ഇൻവെസ്റ്റേഴ്സിന് തുല്യനീതി കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുക എന്നതാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് ഒറ്റ വാക്കി പറഞ്ഞിരിക്കുന്നത്. ജനറലായിട്ട് എഴുതാനുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ള ചോദ്യം എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ? സെബി ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന് ഗൂഗിളിൽ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ജനറൽ ആയിട്ട് എഴുതാൻ, കുറേ വലിച്ചു വാരി എഴുതാൻ എന്നുള്ള രീതിക്ക് പൊതുവെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് 5th മൊഡ്യൂൾ പറയാനുള്ളത്. ബട്ട് ലാസ്റ്റ് മൊഡ്യൂൾ ആയ സ്ഥിതിക്ക് നമ്മൾ ഒരു കാര്യം നോക്കാറുണ്ട്, കോഴ്സ് ഔട്ട്കം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഈ കോഴ്സിൽ നിന്ന് എന്തൊക്കെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് പിള്ളേരിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദിക്കുന്നത്? ഈ പറഞ്ഞ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത് അല്ലേ? ആ ഒരു സാധനം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കാം, അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം. ഒന്ന്, നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ്റെ സ്ട്രക്ചർ, എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം വേണം. പ്ലസ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് നോക്കി, BC കോൺസെപ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. പിന്നെ ആപ്ലിക്കേഷൻ തലത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെയും സെറ്റിൽമെൻറ്റിൻ്റെയും പ്രൊസീജിയർ എന്താണ്? സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ട്രേഡിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് വായിച്ചും കേട്ടും അറിയുന്നേക്കാളും റിപ്പീറ്റ് നിങ്ങൾ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ ആരാണ്? ഞാൻ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് വിചാരിക്കും, വേണ്ട, സെർച്ച് ചെയ്താൽ കിട്ടും. ഇല്ലീഗലായിട്ടുള്ളതിലേക്കൊന്നും പോകാതിരിക്കുക. നമ്മളെ പേടിഎം മണിയോ സീറോദാ പോലെയുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക, വളരെ ചെറിയ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. അത് മനസ്സിലാവും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കോഗ്നിറ്റീവ് ലെവലും പിന്നെ ഔട്ട്കമൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന അടിച്ചു മാറ്റി അല്ല ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു കൃത്യം നിർദ്ദേശം പോകുന്നുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത് പറയുന്നത് റെക്കഗ്നൈസ് ദ റെഗുലേഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ട്രേഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫംഗ്ഷൻ ഓഫ് സെബി. മനസ്സിലായല്ലേ? അതായത് സെബി എന്തൊക്കെയോ റെഗുലേഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണ്? അത് സെബിയുടെ ഒരു ഫംഗ്ഷൻ്റെ പാർട്ടാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? പല റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ റെഗുലേഷൻ സെബി കൊണ്ടുവന്നിട്ടുണ്ട്? ഈ കൊണ്ടുവന്ന റെഗുലേഷൻ എന്ത് കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്? അല്ലാതെ വെറുതെ റെഗുലേഷൻ മനസ്സിലാക്കി പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വൈ ദീസ് റെഗുലേഷൻസ് വാസ് ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ. പിന്നെ ചോദിക്കുന്നു, ഇൻ്റഗ്രേറ്റ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സയൻസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ദ റിയൽ സിനാറിയോ. ഇവിടെ പറയുന്ന പോലെ ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റീവായിട്ട് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് എഴുതുക എന്നുള്ള രീതിക്കാണ് ചോദ്യങ്ങൾ നയിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് നമുക്കുണ്ട്. എന്താണ്, എങ്ങനെയാണ് ട്രേഡിങ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക്, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നില്ല, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ പറയുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് പോലത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്ന തിയറിയാണ്. എന്നാൽ
യഥാർത്ഥത്തിലുള്ള ട്രേഡിങ്ങും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് രണ്ടും സെയിം രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? ഒന്ന് ചെയ്ത് ഉള്ളവന് മാത്രം ക്രിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ചോദ്യമാണത്. അതുകൊണ്ടാണ് കൊഗ്നിറ്റീവ് ലെവൽ എന്ത് പറഞ്ഞേക്കുന്നത്? ഇ ആൻഡ് സി പറഞ്ഞേക്കുന്നത്. ഒന്ന് നിലവിലുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാനും, സി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ഭാഷയിൽ എഴുതാനുള്ള കഴിവാണ്. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിനെ ഇവാലുവേറ്റ് എന്താണ് അതിൻ്റെ ആവശ്യം, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം എന്താ? പെട്ടെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു പോയിൻ്റാണ്, ഇൻവെസ്റ്റർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നില്ലെങ്കിൽ ദേ വോണ്ട് ഫീൽ കോൺഫിഡൻറ്റ്. നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അവർ നിങ്ങളെ പറ്റിച്ച് നിങ്ങൾക്ക് ഷെയർ തന്നില്ല, ഉടനെ ആരും ഇടപെടും, ഒരു സംശയമില്ല, സെബി ഇടപെടും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അല്ല അവർക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സെബിയുടെ സ്ട്രക്ചർ അത്ര പവർഫുള്ളാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ വഴി കൂടെ പോകുന്നവനും വെറുതെ നിന്നവനൊക്കെ ഏതിലേക്ക് ധൈര്യമായിട്ട് ഇറങ്ങുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് സെബിയുടെ റെഗുലേഷനിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അൺലെസ് നിങ്ങൾ മണ്ടത്തരം കാണിച്ച് ഈ നഷ്ടം ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഫ്രോഡ് പരിപാടികളൊന്നും സെബിയുടെ റെഗുലേഷൻ എത്തുന്നുണ്ട് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കോൺഫിഡൻസ് ആര് കൊടുക്കുന്നുണ്ട്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സഹാറ കേസ്, അല്ലെങ്കിൽ നമ്മുടെ ആരായിരുന്നു സത്യം കമ്പ്യൂട്ടേഴ്സ് പോലുള്ള ഒരുപാട് ഫ്രോഡൻ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇനി നടക്കത്തില്ല. കാര്യം സെബി അത്ര പവർഫുള്ളായി അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനി അത് നടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതും ഒരു ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നതും. അപ്പോൾ അതുപോലെ പല ഫേസിൽ നിന്ന് നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് ഔട്ട്കംസ് ആണ്. ഈ കോഴ്സ് പഠിച്ചതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടി, ക്രിയേറ്റീവായിട്ട് എഴുതാനുള്ള കഴിവ് കിട്ടി എന്നൊക്കെ ആര് മനസ്സിലാക്കുന്നത്? നമ്മുടെ കോഴ്സ് നടത്തിയവർ മനസ്സിലാക്കുന്നത്. അത് ഉണ്ടായോ എന്ന് മനസ്സിലാക്കാൻ, ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കുക, വി വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, താങ്ക് യു ഓൾ.